കുണ്ടലിനി ആത്മീയമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ, പ്രഭാഷണങ്ങളിൽ, യോഗ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളിൽ ഇവയിലെല്ലാം തന്നെ നാം കേൾക്കുന്ന ഒരു വാക്കാണ് ഈ കുണ്ടലിനി എന്നുള്ളത്. നമ്മളിൽ എപ്പോഴും കൂടുതൽ അറിയാനായിട്ട് ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്ന വാക്കാണ് ഈ കുണ്ടലിനി എന്നുള്ളത്. എന്താണ് ഈ കുണ്ടലിനി ശക്തി? എന്താണ് കുണ്ടലിനി അവേക്കനിങ്? എങ്ങനെയാണ് കുണ്ടലിനി ശക്തിയെ നമ്മൾ ഉണർത്തുന്നത്? നമുക്ക് പരിശോധിക്കാം. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു ചന്ദ്രശേഖർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുണ്ടലിനി എന്നതൊരു സംസ്കൃത പദമാണ്. ഇത് അർത്ഥം വെക്കുന്നത് വട്ടത്തിൽ, സർക്കുലർ ആയ ഒരു പാത്തിൽ പോകുന്നത് അല്ലെങ്കിൽ ചുരുണ്ടു പോകുന്നത് എന്നെല്ലാമാണ്. ശരിക്കും യോഗയിൽ നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ പ്രവഹിക്കുന്ന ജീവശക്തിയെയാണ് കുണ്ടലിനിയായിട്ട് കണക്കാക്കുന്നത്. ഈ കുണ്ടലിനി ശക്തി എവിടെയാണുള്ളത്? നമ്മുടെ നട്ടെല്ലിന് കീഴിലായിട്ട്, നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന 7 ചക്രങ്ങൾക്ക് കീഴിലായിട്ട് ഒരു സർപ്പത്തെ പോലെ ചുരുണ്ട് കിടക്കുന്നു എന്നാണ് സങ്കല്പം. നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിൽ നിലനിൽക്കുന്ന ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്തുവാനായിട്ട് സനാതന ധർമ്മപ്രകാരം പലതരത്തിലുള്ള സമ്പ്രദായങ്ങൾ, പലതരത്തിലുള്ള മാർഗങ്ങൾ പറയുന്നുണ്ട്. യോഗവിദ്യ പോലെ പലതരത്തിലുള്ള മാർഗങ്ങളിലൂടെ ശരീരത്തെ ആദ്യമായിട്ട് ഇത്തരത്തിൽ ഈ ശക്തിയെ ഉണർത്തുവാൻ തക്കവണ്ണം പാകപ്പെടുത്തുന്നു. പിന്നീട് ഈ ശക്തിയെ ഈ 7 ചക്രങ്ങളിലൂടെ കടത്തി മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഇത്തരത്തിൽ ഈ ശക്തി 6 ചക്രങ്ങൾ കടന്ന് 7ാമത്തെ ചക്രത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഋഷീശ്വരന്മാർക്ക് കൈവരിച്ച പോലെയുള്ള ജ്ഞാനോദയം അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ് കിട്ടുമെന്നതാണ് സങ്കല്പം. പ്രാചീന കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഭാരതത്തിൽ നിലനിന്നിരുന്ന, ജീവിച്ചിരുന്ന മഹാഋഷിവര്യന്മാർ ശരീരത്തിനുള്ളിലൂടെ കടന്നു പോകുന്ന ഊർജ പ്രവാഹങ്ങളെക്കുറിച്ച്, എനർജികളെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് പഠിച്ചിരുന്നു. യോഗസൂത്രങ്ങൾ എടുത്താലും ആയുർവേദം എടുത്താലും നമ്മുടെ ശരീരത്തിലൂടെ പ്രവഹിക്കുന്ന ഈ ജീവശക്തി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൂടെ പ്രവഹിക്കുന്ന എനർജികൾ 3 തരത്തിലുള്ള ചാനലുകൾ വഴി അല്ലെങ്കിൽ 3 നാഡികൾ വഴി പ്രവഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഒന്ന് ഇത, മറ്റൊന്ന് പിംഗള, പിന്നെ വരുന്നത് സുഷുമ്ന. ഇതിൽ ഇടത് ഭാഗത്ത് നിലനിൽക്കുന്നത് ഇത എന്ന നാഡിയാണ്, വലത് ഭാഗത്താകട്ടെ പിംഗള. നടുവിലായിട്ട് പ്രധാനമായിട്ട് നിലനിൽക്കുന്ന നാഡിയാണ് സുഷുമ്ന. ഇതിൽ ഇടത് ഭാഗത്ത് നിലനിൽക്കുന്ന ഇത എന്ന നാഡി ഫെമിനിൻ പവറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മുടെ നട്ടെല്ലിന് താഴെ നിന്ന് ആരംഭിക്കുന്ന ഇത് മൂക്കിന്റെ ഇടത് നാസദ്വാരത്തിൽ അവസാനിക്കുന്നു. ഇനി വലതു ഭാഗത്ത് നിലനിൽക്കുന്നതാകട്ടെ പിംഗളയാണ്. ഇത് മസ്കുലിൻ പവറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇനി നടുവിൽ വരുന്ന പ്രധാന നാഡിയായിട്ടുള്ള സുഷുമ്ന ഒരു ന്യൂട്രൽ അവസ്ഥയിൽ, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രൽ സ്റ്റേജിൽ നിലനിൽക്കുന്ന നാഡിയാണ്. ഇനി ഈ പറയുന്ന ഫെമിനിൻ, മസ്കുലിൻ എന്ന് നമ്മൾ കണക്കാക്കിയ ഈ ഒരു എനർജികൾ, ഇതിനെ സനാതന ധർമ്മത്തിൽ ശിവശക്തി സങ്കല്പമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഇവയുടെ സമതുലിതമായ അവസ്ഥയില്ലെങ്കിൽ, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയില്ലെങ്കിൽ ജീവന് നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്നാണ് സനാതന ധർമ്മപ്രകാരമുള്ള വിശ്വാസം. നമ്മുടെ ശരീരം എടുത്താൽ അതിൽ ഏകദേശം 72,000-ഓളം നാഡികളുണ്ട്. ഇവയെല്ലാം തന്നെ ഈ 3 പ്രധാന നാഡികളിൽ നിന്നും ഉത്ഭവിച്ചവയാണ്. നാഡികൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇത് ഞരമ്പുകളല്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ കീറി മുറിച്ചാൽ കാണാൻ സാധിക്കുന്നവയല്ല. പക്ഷേ നമ്മുടെ ശരീരത്തിലൂടെ എനർജി അല്ലെങ്കിൽ ഈ ഊർജം പ്രവഹിക്കുന്ന, അത് ചലിക്കുന്ന വഴികളാണ് ഈ 72,000 നാഡികൾ എന്ന് പറയും. ഈ ഭൂമിയിലെ ഭൂരിഭാഗം മനുഷ്യരും ഇത അല്ലെങ്കിൽ പിംഗള ഏതെങ്കിലും ഒരു നാഡിയിൽ തങ്ങളുടെ ജീവിതം ജീവിച്ചു തീർക്കുന്നു. എന്നാൽ നമ്മുടെ ശരീരത്തിലുള്ള ഊർജ പ്രവാഹത്തെ നടുക്കുള്ള പ്രധാന നാഡിയായിട്ടുള്ള സുഷുമ്നയിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ നമുക്കൊരു സ്റ്റേറ്റ് ഓഫ് ബാലൻസ് നേടാൻ സാധിക്കും. ഇത്തരത്തിലെ സമതുലിതമായ ഒരു അവസ്ഥ അനുഭവിക്കാനായാൽ നമുക്ക് ഒരുപാട് ആത്മീയമായിട്ടുള്ള ഉയർച്ച നേടാനും സാധിക്കും. ഈ കുണ്ടലിനി ശക്തി അല്ലെങ്കിൽ കുണ്ടലിനിയെ ഉണർത്തുവാനായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള 7 ചക്രങ്ങളിലൂടെ ഈ ശക്തിയെ പ്രവഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. ഇത് ഘട്ടം ഘട്ടമായി മാത്രമാണ് സാധ്യമാവുക. നമ്മുടെ ശരീരത്തിലെ 7 ചക്രങ്ങൾ എന്ന് പറയുന്നതെല്ലാം തന്നെ എനർജി പോയിന്റുകളാണ്. ഈ എനർജി പോയിന്റുകളിലൂടെ നമ്മൾ നമ്മുടെ ശരീരത്തിലെ ഊർജ്ജ പ്രവാഹത്തെ കടത്തിവിടുക എന്നതാണ് ഇതിൽ സംഭവിക്കുന്നത്. ഇത്തരത്തിൽ ശരീരത്തിൽ നിലനിൽക്കുന്ന എനർജി പോയിന്റുകളെ കുറിച്ച് അല്ലെങ്കിൽ ചക്രങ്ങളെ കുറിച്ച് ആദ്യമായിട്ട് പ്രതിപാദിക്കുന്നത് വേദങ്ങളിലാണ്. മനുഷ്യ ശരീരത്തിൽ നട്ടെല്ലിന് താഴെയായിട്ട് ആദ്യത്തെ ചക്രം നിലനിൽക്കുന്നു. ഇതിനെ മൂലാധാര ചക്രം അല്ലെങ്കിൽ റൂട്ട് ചക്ര എന്ന് വിശേഷിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് വരുന്നത് സ്വധിഷ്ഠാന ചക്രയാണ്. ഇതിനെ സേക്കൽ ചക്ര എന്നും വിശേഷിപ്പിക്കുന്നു. നമ്മുടെ നട്ടെല്ലിന്റെ തുടക്ക ഭാഗത്തായിട്ടാണ് ഈ ഒരു ചക്രം നിലനിൽക്കുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് മണിപുര ചക്രയാണ്. ഇതിനെ സോളാർ പ്ലെക്സസ് ചക്ര എന്നും വിശേഷിപ്പിക്കുന്നു. ശ്വാസകോശത്തിന് താഴെയായിട്ട് വയറിന് മുകളിലായാണ് ഈ ചക്രയുടെ സ്ഥാനം. നാലാമതായിട്ട് വരുന്നത് അനാഹത ചക്രയാണ്. ഇതിനെ ഹാർട്ട് ചക്ര എന്നും വിശേഷിപ്പിക്കുന്നു. ഇത് നമ്മുടെ ഹൃദയം നിൽക്കുന്ന ഭാഗത്തായിട്ട്, ശരീരത്തിന്റെ നടുക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അഞ്ചാമതായിട്ട് വരുന്നത് വിശുദ്ധ ചക്രയാണ്. ഇതിനെ ത്രോട്ട് ചക്ര എന്ന് വിശേഷിപ്പിക്കുന്നു. നമ്മുടെ കഴുത്തിൽ, കണ്ടത്തിലായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. ആറാമതായിട്ട് വരുന്നത് അജിന ചക്രയാണ്. ഇതിനെ തേർഡ് ഐ ചക്ര എന്നും വിശേഷിപ്പിക്കുന്നു. നമ്മുടെ കണ്ണുകൾ നിലനിൽക്കുന്ന ഭാഗത്ത്, മുഖത്ത് കൃത്യമായിട്ട് പറഞ്ഞാൽ പുരുകങ്ങൾക്ക് നടുക്കായിട്ടാണ് ഈ ചക്രം നിലനിൽക്കുന്നത്. ഏഴാമതായിട്ട് വരുന്നത് സഹസ്രാര ചക്രമാണ്. ഇതിനെ ക്രൗൺ ചക്ര എന്ന് വിശേഷിപ്പിക്കുന്നു.
ഇത് നമ്മുടെ തലയുടെ മുകൾ ഭാഗത്തായിട്ട്, കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ നട്ടെല്ല് നമ്മുടെ തലയോട്ടിയുമായി ബന്ധിക്കുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് കുണ്ടലിനി ഉയരുമ്പോൾ അല്ലെങ്കിൽ ഉണരുമ്പോഴാണ് കൃത്യമായിട്ട് ജീവിതം ആസ്വദിക്കാനും അതിനെ മനസ്സിലാക്കാനും സാധിക്കുന്നത്. അല്ലാത്ത ആളുകളെല്ലാം തന്നെ എന്തിനോ വേണ്ടി ഒരു അർത്ഥമില്ലാതെ ജീവിച്ച് തങ്ങളുടെ ജീവിതം തീർക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുകയാണ്. നിങ്ങളുടെ മനസ്സിൽ ചില സംശയങ്ങൾ ഉടലെടുക്കുന്നു. ഞാൻ ആരാണ്? ഈ ഒരു ചെറിയൊരു സമയത്തുള്ള ഈ ജീവിതം കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ്? എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഇത്തരത്തിലെല്ലാം നിങ്ങൾ ആലോചിച്ചു തുടങ്ങിയെങ്കിൽ ഇത് നിങ്ങളുടെ ആദ്യത്തെ ചക്രമായിട്ടുള്ള മൂലാധാര ചക്രം ഉണർന്നു എന്നതിൻ്റെ സൂചനയാണ്. നിങ്ങളിൽ വല്ലാത്ത ലൈംഗിക താല്പര്യം ജനിക്കുന്നു. നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള ആസക്തികളും അതുപോലെ തന്നെ കുടുംബമായിട്ടും കുട്ടികളുമായി ജീവിക്കാനെല്ലാം താല്പര്യം തോന്നുന്നു. അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള സൃഷ്ടികൾ സൃഷ്ടിക്കാനായിട്ട് താല്പര്യം തോന്നുന്നു. ഇത്തരത്തിലെല്ലാം നിങ്ങൾക്ക് വലിയ താല്പര്യങ്ങൾ കണ്ടു തുടങ്ങുകയാണെങ്കിൽ ഇത് സ്വധിഷ്ഠാന ചക്രം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടാമത്തെ ചക്രം ഉണർന്നു എന്നതിൻ്റെ സൂചനയാണ്. ഇത്തരത്തിലെ സൃഷ്ടികളുമായിട്ടെല്ലാം നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പിന്നീട് 4 വികാരങ്ങൾ ഉടലെടുക്കും. അസൂയ, അത്യാഗ്രഹം, സന്തോഷം, അനുകമ്പ അല്ലെങ്കിൽ ദാനം എന്നിവയാണ്. ഇത്തരത്തിലുള്ള വികാരങ്ങൾ നിങ്ങൾ ഉടലെടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങളുടെ വയറിന്റെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് അതിനെ അനുഭവിക്കാൻ വേണ്ടി സാധിക്കും. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മണിപുര ചക്ര ഉണർന്നു എന്നുള്ളതാണ്. ഇനിയും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്തായിട്ട്, ശരീരത്തിന് ആ ഭാഗത്ത് നടുക്കായിട്ട് നിലനിൽക്കുന്ന അനാഹത ചക്രയെ നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കും. 3 വികാരങ്ങളാണ് ഇവിടെ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുക: സ്നേഹം, ഭയം, പക. ഇത്തരത്തിലുള്ള വികാരങ്ങളെല്ലാം നിങ്ങൾക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങളുടെ ഹൃദയത്തിന്റെ നടുഭാഗത്തായിട്ട്, ഹൃദയഭാഗത്തായിട്ട് നിങ്ങൾക്ക് അതിനെ അനുഭവിക്കാൻ അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ സാധിക്കും. ഇനി മുകളിലേക്ക് പോയാൽ വിശുദ്ധി ചക്രമാണ്. ഇത് കണ്ടത്തിന്റെ അല്ലെങ്കിൽ ത്രോട്ട് ഭാഗത്ത്, നമ്മുടെ ശരീരത്തിന്റെ കഴുത്തിലെ കണ്ടത്തിന്റെ ഭാഗത്ത് നിലനിൽക്കുന്നു. നിങ്ങളിൽ കടപ്പാട് അല്ലെങ്കിൽ നന്ദി, അതുപോലെ തന്നെ ഖേദം പോലുള്ള വികാരങ്ങളെല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടഭാഗത്ത് അവ അനുഭവിക്കാൻ സാധിക്കും. ഇനി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അജ്ഞ ചക്രമാണ് വരുന്നത്. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ശ്രദ്ധ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരുമ്പോഴെല്ലാം തന്നെ നമ്മുടെ അജ്ഞ ചക്രഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ പുരികങ്ങൾക്ക് നടുക്കായിട്ട് നമുക്കത് അനുഭവപ്പെടാൻ സാധിക്കും. ഈ 2 വികാരങ്ങളും അജ്ഞ ചക്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇനി മുകളിലേക്ക് പോയാൽ പിന്നെ എത്തുന്നത് സഹസ്രാര ചക്രത്തിലേക്കാണ്. അവിടെ നിങ്ങൾ എല്ലാ വികാരങ്ങളിൽ നിന്നും വിചാരങ്ങളിൽ നിന്നും മുക്തനാവുകയാണ്. പൂർണ്ണമായിട്ടുള്ള ബോധം നിങ്ങൾക്ക് കൈവരുന്നു. ഭയങ്കരമായിട്ടുള്ള ആനന്ദം, ബ്ലിസ് അനുഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു. ഇനി കുണ്ടലിനി ശക്തിയെ ഉണർത്താനായിട്ട് എന്തെല്ലാം മാർഗങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സനാതന ധർമ്മപ്രകാരം ഭാരതത്തിൽ പ്രാചീന കാലം മുതലേ പലതരത്തിലുള്ള സമ്പ്രദായങ്ങളിൽ ഇത്തരത്തിൽ കുണ്ടലിനിയെ ഉണർത്തുവാനായിട്ട് പലതരത്തിലുള്ള മാർഗങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് പ്രാണായാമങ്ങളാണ്. നമ്മുടെ പ്രാണശക്തിയെ കൃത്യമായിട്ട് ക്രമമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന പലതരത്തിലുള്ള ശ്വസന രീതികളാണിത്. ഇത്തരത്തിൽ ശ്വാസത്തെ ക്രമമായിട്ട് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ സാധിക്കും. മറ്റൊന്ന് ധ്യാനമാണ്. പലതരത്തിലുള്ള ധ്യാനമുറകൾ നമുക്ക് പരിശീലിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള പല ധ്യാനമുറകളിലൂടെ, ഏകാഗ്രമായ ധ്യാനത്തിലൂടെ കുണ്ടലിനി ശക്തിയെ ഉണർത്തുവാനായിട്ട് സാധിക്കും. ധ്യാനത്തെക്കുറിച്ച് വിശദമായിട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുള്ളവർ മുകളിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് കയറി കണ്ടു നോക്കുക. ഇനി വരുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത് മന്ത്രജപങ്ങളാണ്. ചില പ്രത്യേകതരം സമ്പ്രദായങ്ങളിൽ ചില പ്രത്യേക ദീക്ഷകൾ സ്വീകരിച്ചിട്ട് മന്ത്രജപത്തിലൂടെ കുണ്ടലിനി ശക്തി ഉണർത്തുന്ന രീതികളുണ്ട്. താന്ത്രികമായ രീതികളും ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി വരുന്ന മറ്റൊരു രീതിയാണ് ശക്തിപദ്. നിലവിലുള്ള എല്ലാ രീതികളിൽ ഏറ്റവും പെട്ടെന്ന് കാര്യം സാധിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഫലവത്തായ രീതിയാണ് ശക്തിപദ് എന്ന്. ശക്തിപദ് എന്നാൽ ഒരു ശരീരത്തിൽ നിന്ന് ഒരു ഊർജ്ജത്തെ മറ്റൊരു ശരീരത്തിലേക്ക് കടത്തിവിടുന്ന ഒരു പ്രത്യേകതരം രീതിയാണ്. ഒരു ശ്രേഷ്ഠനായ ഗുരു തന്റെ കഴിവ് ഉപയോഗിച്ച് തന്റെ ശിഷ്യന് കുണ്ടലിനിയെ ഉണർത്തി കൊടുക്കുന്ന രീതിയാണ്. ഭക്തിയോടെയുള്ള ഭജനകൾ മറ്റൊരു മാർഗമാണ്. ഇത്തരത്തിൽ തുടർച്ചയായി ഭക്തിയോടെയുള്ള ഭജനകളിൽ ഏർപ്പെടുമ്പോൾ ചിലരിൽ കുണ്ടലിനി ശക്തി ഉണർന്നു കാണാറുണ്ട്. യോഗമാർഗത്തിൽ ഏറ്റവും പാടുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്ന രാജയോഗയും കുണ്ടലിനി ശക്തി ഉണർത്തുവാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഫലവത്തായ ഒരു മാർഗമാണ്. ഇതൊന്നുമല്ലാതെ സനാതന ധർമ്മം എടുത്താൽ പലതരത്തിലുള്ള സമ്പ്രദായങ്ങൾ, പലതരം മാർഗങ്ങൾ കുണ്ടലിനി ശക്തി ഉണർത്തുവാനായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ചില പ്രധാനപ്പെട്ടവ മാത്രമാണ് ഞാനിവിടെ പരാമർശിച്ചത്. കുണ്ടലിനി ശക്തിയെ പെട്ടെന്ന് ഉണർത്തുക എന്നത് തികച്ചും അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കുണ്ടലിനി ശക്തിയെ പെട്ടെന്ന് തന്നെ ഉണർത്തി കഴിഞ്ഞാൽ അതുവഴി നിങ്ങൾക്ക് വരുന്ന വലിയ മാറ്റങ്ങൾ, അത് നിങ്ങളുടെ ശരീരത്തിനോ നിങ്ങൾക്കോ സ്വീകരിക്കാൻ തക്കവണ്ണം നിങ്ങൾ പാകപ്പെട്ടിട്ടില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് കാരണമാവുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു സമ്പ്രദായത്തിൽ, കൃത്യമായ രീതിയിൽ, നല്ല ശ്രേഷ്ഠനായ ഗുരുവിന്റെ ശിക്ഷണത്തിൽ
പടിപടിയായി സമയമെടുത്ത് മാത്രമേ ഇത്തരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുവാനോ ചെയ്യുവാനോ പാടുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തൊക്കെ തന്നെയായാലും കൃത്യമായിട്ട് കുണ്ടലിനിയെ ഉണർത്താൻ സാധിക്കുന്ന ഒരാൾക്ക്, ഈ ശക്തിയെ അറിയാൻ സാധിക്കുന്ന ഒരാൾക്ക് തൻ്റെ ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കുന്നു. താൻ ആരാണ്, തൻ്റെ ജന്മം എന്തിനാണ്, തൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ഇതെല്ലാം തന്നെ മനസ്സിലാക്കുവാനായിട്ട് അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് സാധിക്കുന്നു. ഈ പ്രകൃതിയെ, ഈ പ്രപഞ്ചത്തെ എല്ലാം തന്നെ അറിയുവാനായിട്ട് അവന് സാധിക്കുന്നു. പരമമായ ആനന്ദം അനുഭവിക്കാനായിട്ട്, ആ ഒരു അനുഭൂതി അനുഭവിക്കാനായിട്ട് അവന് സാധിക്കുന്നു. കുണ്ടലിനി ശക്തിയെക്കുറിച്ചുള്ള ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പരാമർശിച്ചത്. ഇതുവഴി നിങ്ങൾക്ക് കുണ്ടലിനി ശക്തിയെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.